നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം നേരിടുന്ന സാമൂഹ്യ പ്രശ്നത്തിന് പരിഹാരമാകുന്ന മുദ്രാവാക്യമാണ് ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ ഉയർത്തിയിരിക്കുന്നതെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ജനസംഖ്യയുടെ ഭൂരിഭാഗവും പ്രായമുള്ളവരാകുന്ന കേരളത്തിന്റെ സമകാലിക യാഥാർത്ഥ്യത്തെ നേരിടാൻ കാരുണ്യമുള്ള യുവസമൂഹമാണ് മറുപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് കാരുണ്യ കേരളം എന്ന മുദ്രാവാക്യവുമായി പ്രമുഖ പാലിയേറ്റീവ് കെയർ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തുന്ന കമ്പാഷനേറ്റ് യൂത്ത് വാക്കത്തോൺ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെയും പരിസര പ്രദേശത്തെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി 1000-ൽ പരം വിദ്യാർത്ഥികൾ ബാനറുകളും പോസ്റ്ററുകളുമായി വാക്കത്തോണിൽ അണിനിരന്നു. നഗരം ചുറ്റി രാജേന്ദ്ര മൈതാനിയിൽ അവസാനിച്ചതിനു ശേഷം നടന്ന സമാപന സമ്മേളനം കൊച്ചി MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ആൽഫ കൊച്ചി സെന്റർ സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, നഗരസഭാ കൗൺസിലർ പത്മജ എസ് മേനോൻ, കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗം ഡോക്ടർ TP ജമീല, ആൽഫ കൊച്ചി സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം, പറവൂർ സെന്റർ സെക്രട്ടറി OM ജോബി, സെൻട്രൽ കൗൺസിൽ മെമ്പർ അബ്ദുൽ ഖാദർ, ആൽഫ മൂവാറ്റുപുഴ സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, ആൽഫ കൊച്ചി സെന്റർ ട്രഷറർ തോമസ് വർഗീസ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത വാക്കത്തോൺ നാളെ ആലപ്പുഴയിൽ നടക്കും. ലോക പാലിയേറ്റീവ് കെയർ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആൽഫ കുട്ടനാട് സെന്റർ സ്കൂളുകൾക്കിടയിൽ ക്വിസ്, എസ്സേ, ഡിബേറ്റ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളായവർക്കുള്ള സമ്മാന വിതരണം എടത്വ സെന്റ് അലോഷ്യസ് സ്കൂളിൽ വെച്ച് പ്രിൻസിപ്പൽ ജിജോ ജോസഫ് നിർവഹിച്ചു. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, ഹെഡ് നേഴ്സ് പ്രവീണ, സെക്രട്ടറി MG കൊച്ചുമോൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. ടീച്ചർമാരായ നിർമ്മല, ബെറ്റി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 600-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.